ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇന്നലെ ഒരാളെന്നെ നല്ല മാന്യമായിട്ട് പറ്റിച്ചു. പൊതുവേ വടക്കന്മാരാന്ന് നമ്മൾ പറയുന്നത് സത്യമാണ്. എൻ്റെ അനുഭവത്തിൽ വടക്കന്മാരെപ്പോഴും എനിക്ക് പണി വന്നിട്ടേ ഉള്ളൂ. ഈ ഹിന്ദിക്കാരന്മാർ വന്നാൽ എനിക്ക് എപ്പോഴും പ്രശ്നമാണ്. മീൻസ് അവർ ഭയങ്കര ഒരു ആരോഗ്യൻ്റ് ആയിട്ടൊരു ഇത് അതല്ല, ഇത് എന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു പറ്റിക്കില്ലേ. സംഭവം തുടക്കം തൊട്ട് ഇങ്ങനെ പറയാം. ഇന്നലെ എനിക്ക് ഇൻ്റർസിറ്റി ആയിരുന്നു. എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് മുണ്ടക്കയത്തേക്കൊരു ഇൻ്റർസിറ്റി കിട്ടി. മുണ്ടക്കയല്ല, കുട്ടിക്കാനം എന്ന് പറയും. മുണ്ടക്കയത്ത് വീണ്ടും പോകണമായിരുന്നു, കുട്ടിക്കാനം. അവിടെ തിരിച്ചു വരുന്ന വഴി എനിക്ക് കാഞ്ഞിരപ്പള്ളി വെച്ച് കോതമംഗലത്തേക്കൊരു ഓട്ടം കിട്ടി. ഈ കോതമംഗലത്തിലേക്ക് ഞാൻ പോകുന്നത്, അപ്പോൾ അവർക്ക് 1 മണിക്കാണ് എനിക്ക് ബുക്കിംഗ് കിട്ടുന്നത്. അപ്പോൾ അവരെന്നോട് വിളിച്ചിട്ട് 2-3:30 അവർക്ക് പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് റിട്ടേൺ കാലിക്ക് വരുന്നതിനേക്കാൾ നല്ല 80 കിലോമീറ്ററോളം കാലിക്ക് വരുന്നതിനേക്കാൾ നല്ല നമുക്ക് ഇവിടെ പോയിട്ട് കുറിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. 1 മണി തൊട്ട് 3 മണി വരെ ഞാൻ വണ്ടിക്കകത്ത് വെറുതെ ഇരുന്നു. 3:30 തന്നെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ചെന്നു. എന്നിട്ട് അവിടെ ഒരു അരമണിക്കൂർ അവരെനിക്ക് പോസ്റ്റ് വന്നു. എന്നിട്ടൊരു 4 മണിയൊക്കെയായപ്പോഴാണ് അവരെയും കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പ്യുവർ വെജാണ്, അവർക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാനപ്പോഴും നല്ലൊരു ഹോട്ടലിൽ നിർത്തി കൊടുത്തു. ഓക്കെ, അവർക്ക് നല്ല രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്തു. അവരോട് നന്നായിട്ട് സംസാരിച്ചു. അവർക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, എനിക്കും അറിയാം. ഇത് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ആടും, നല്ല ഒരു ഫ്രണ്ട്ലി ടൈപ്പൊക്കെ ആയി. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അനുഭവത്തിൽ ഇതിന് മുന്നേ എനിക്ക് മുംബൈ വെച്ചും ഡൽഹിയിലൊക്കെ വെച്ച് ശരിക്കും നമ്മൾ മലയാളികളെ ഇവർ പഴംവിഴുങ്ങികൾ എന്നുള്ള രീതിയിൽ, നമ്മൾ പൊട്ടന്മാരാണ് എന്നുള്ള രീതിയിൽ ഇവർ നമ്മളെ കാണുന്നു. ശരിക്കും എനിക്ക് വിഷമായതും അത്. എനിക്ക് 500 രൂപയുടെ നഷ്ടമാണ് ശരിക്കും ഇന്നലെ ഒരു ട്രിപ്പ്. ആ ട്രിപ്പ് 2245 രൂപ ട്രിപ്പായിരുന്നു. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ റീൽസിലൊക്കെ കഴിഞ്ഞിടയ്ക്ക് വൈറലായ സംഭവം ഉണ്ടല്ലോ, 10 രൂപ കൊടുത്തിട്ട് ഇതൊരു സാധനം. കഴിഞ്ഞ ദിവസം ഈ നോർത്ത് ഇന്ത്യയിൽ എവിടെയും ഇത് വൈറലായിട്ടുണ്ട് ഒരു വീഡിയോ. സിഗരറ്റ് മേടിച്ചിട്ട് 500 നോട്ട് കൊടുക്കും, എന്നിട്ട് 100 രൂപ ചേഞ്ച് മേടിക്കും. അങ്ങനത്തെ ഒരു നമ്മുടെ മൈൻഡിനെ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടെക്നിക്ക് ഞാനൊരു ഇംഗ്ലീഷിലും ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു പോസ്റ്റാണ് നമ്മളെങ്ങനെയാണ്. പക്ഷെ ശരിക്കും നമ്മൾ എത്ര ആലോചിച്ചാൽ പോലും നമ്മുടെ മൈൻഡിനെ പെട്ടെന്നൊരു ടെസ്റ്റ് ചെയ്യും. പക്ഷെ ഇവർ ഭയങ്കര ബ്രില്യൻ്റ്. എനിക്ക് മനസ്സിലാത്ത കാര്യം, ഞാനുള്ള ആധാർ കാർഡൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവരുടെ ഇത്രയ്ക്കും ഇൻ്റലിജൻ്റായി ഇവർ ഈ ബുദ്ധി വളഞ്ഞ രീതിയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലാത്തത്. നമ്മളീ പൊതുവെ പുറം രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യക്കാരോട് എനിക്ക് പുറം രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റേസിസം കുറേ അനുഭവിച്ചിട്ടുമുണ്ട്. ഈ റേസിസം കിട്ടുന്നതിൽ തെറ്റെനിക്ക് പറയാൻ ഇന്നേ വരെ തോന്നിയിട്ടില്ല. കാരണം ആ കിട്ടുന്നതിലൊക്കെ കുറേ കാര്യമുണ്ട്. ശരിക്കും നമ്മൾ വേറൊരു യൂണിവേഴ്സാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം അതിൻ്റെ വ്യത്യാസമാണ്. നമ്മൾ കേരളത്തിൻ്റെ വെളിയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തോ നമ്മൾ പോയി യാത്ര ചെയ്യണം, താമസിക്കണം. ഈ റേസിസം നമുക്ക് ഈ കിട്ടുന്നതിൻ്റെ മെയിൻ ഒരു സോഴ്സ് ഈ നോർത്ത് ഇന്ത്യക്കാർ. ഇവർ പറയുന്നത് ഇവർ ചെയ്യുന്ന അവിടെ കാണിക്കുന്ന തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ അന്യായ തെണ്ടിത്തരങ്ങൾ തന്നെ കാണിക്കുന്നത്. ഫ്രോഡ്, പണിയും, വൃത്തിയില്ലായ്മയും, മര്യാദയില്ലായ്മ, മാനേഴ്സ് ഇല്ലായ്മയും. പക്ഷേ നമ്മൾ പെർഫെക്റ്റ് ഞാൻ പറഞ്ഞാൽ തമ്മിൽ ഭേദം തൊമ്മനാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 2245 രൂപയാണ് ശരിക്കും ആ ട്രിപ്പിൻ്റെ ഫെയർ. അപ്പോൾ ഇവളെന്ത് ചെയ്ത്, ആദ്യമേ നൈസായിട്ട് എനിക്ക് 2000-ന് 200 ഇട്ട്. എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ ഈ വണ്ടിക്കകത്ത് കയറുന്നവരുടെ പൈസ അയച്ചു കഴിഞ്ഞാൽ ഞാനത് നോക്കാറില്ല കൃത്യമായിട്ട്. കാരണം ഇത് കേരളമല്ലേ, നമ്മളങ്ങനെ ആരും പറ്റിക്കത്തില്ല, നമ്മളെ ആരും പറ്റിക്കത്തില്ല. ഒരു വിശ്വാസമുണ്ട് നമുക്ക്. ആ ഒരു വിശ്വാസം എനിക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ്. പക്ഷേ എന്നെ ഇതിന് മുന്നേ ഒരു പെണ്ണ് പറ്റിച്ചിട്ടുണ്ട്. അതൊരു മലയാളി പെണ്ണ് തന്നെയാണ്. നമ്മളിൽ 100% നല്ല ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഒരു 99.99% മലയാളികൾ പക്ക സത്യസന്ധന്മാരാണ്, ആത്മാർത്ഥമുള്ളവർ തന്നെയാണ്. കുറച്ച് കീടാണുക്കൾ അതിൻ്റെ അകത്തുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പെണ്ണ് 2000-ന് 200 എനിക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും നോർമൽ രീതിയിലാണെങ്കിൽ ഞാൻ ആ സത്യം പറയാൻ മെസ്സേജ് നോക്കത്തില്ലായിരുന്നു. പെട്ടെന്ന് 2000 നമ്മളാണെങ്കിലും പെട്ടെന്ന് ഈ 2 മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ, 2000 നമ്മൾ ശ്രദ്ധിക്കത്തില്ല. മെസ്സേജ് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ 200. അപ്പം ചോദിച്ചത് എന്താ 200 ഞാൻ പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ പറയും സോറി മിസ്റ്റേക്ക് പറ്റിയതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയ്യ എനിക്ക് 500 ചേഞ്ച് ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ചേഞ്ച് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 500 എടുത്ത് കൊടുത്തു. അവൾക്ക് 500 എടുത്ത് ഞാൻ കൊടുത്തു. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് എനിക്ക് 200 എടുത്ത് തിരിച്ചു തന്നു. എന്നിട്ട് വീണ്ടും ഒരു 50 രൂപ കൂടി തിരിച്ചു തന്നു. അവിടെ ടെസ്റ്റായി. കാരണം കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് അവൾ ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് നൈസായിട്ട് അവൾ ബാഗ് എടുത്തിട്ട് അവൾ അങ്ങോട്ട് ഇറങ്ങി ഹോട്ടലിലേക്ക് കയറി. എനിക്ക് അപ്പോഴേ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കണക്കിൽ എവിടെയോ ഒരു. പക്ഷേ ശരിക്കും ഞാൻ ഈ കൊടുത്ത 500 രൂപയിൽ നിന്ന് എടുത്തിട്ടാണ് അവൾ ആ 200 രൂപ 50 രൂപ എനിക്ക് തന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മൈൻഡ് ചിന്തിക്കുന്നത് എന്താ അറിയാമോ,
നമുക്ക് അവിടെ ഫെയറും കിട്ടി, നമുക്ക് കൊടുത്ത് പൈസയും കിട്ടും. അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു ഡൗട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ചേരം അവിടെ നിന്ന് കിടന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ക്, എനിക്ക് പെട്ടെന്ന് ഞാൻ ആകെ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് പോകാനുള്ള ധൃതി, ഒരു 6-6:30 ആയ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള ഒരു ധൃതിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയി. കുറച്ച് സമയം വണ്ടി കുറച്ച് മുന്നോട്ട് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റിയ കാര്യം എനിക്ക് മനസ്സിലായത്. പെട്ടെന്ന് ഞാൻ ചാടി ഇറങ്ങിയ ഹോട്ടലിനകത്ത്, അത്യാവശ്യം കോതമംഗലത്ത് അത്യാവശ്യം പ്രീമിയം ഹോട്ടലാണ്. ഇതെന്താ കോമഡി എന്ന് വെച്ചാൽ, ഈ പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹിന്ദിക്കാരെന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ ബംഗാളികളെ മനസ്സിൽ കാണരുത്. അത്യാവശ്യം പൈസ ഉള്ള വീട്ടിൽ, കാണാൻ നല്ല ലുക്കുള്ളൊരു വീട്ടിൽ കണ്ട ഒരു മാന്യമായിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവും, നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ ഇവളും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, ഇവരുടെ നാടുകളിൽ ഇവർ നോർമലായിട്ടാണ് കാണുന്നത്. കാരണം ഇത് ഒരാളെ നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ സംസ്കാരത്തിൽ ഒരാളെ പറ്റിക്കല്, ചതിക്കല്, വഞ്ചിക്കരുത്, പരസ്പരം സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളതിൽ നമ്മൾ വളരുന്നത്. പക്ഷേ ഇവരുടെ നാട്ടിൽ ഇത് നോർമലൈസ് ചെയ്യുന്നത്. കാരണം ഇവരൊരാളെ പറ്റിക്കുകയാണെങ്കിൽ ഇവർ അതിനൊരു ക്രെഡിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു നോർമലായിട്ടൊരു കാര്യമാണ് കാണുന്നത്. ഇതിന് മുന്നേ ഹിന്ദിക്കാർ പറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് പൈസ പോയിട്ടുണ്ട്. അത് ഈ യൂബറിലല്ല, വേറൊരു ഫീൽഡിലും ലക്ഷങ്ങൾ പോയിട്ടുണ്ട്. അത് വേറെ. അതാണ് എനിക്ക് പൊതുവെ ഇവന്മാർ, എൻ്റെ അനുഭവങ്ങളൊക്കെ മോശമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പം ഇവരുടെ നാട്ടിൽ ഇവരുടെ കഴിവായിട്ട് ഒരാളെ പറ്റിക്കുക എന്ന് വെച്ചാൽ ഇവർ ബുദ്ധിമാന്മാരും മറ്റുള്ളവർ പൊട്ടന്മാരും, അവരതിലെന്തൊരു ലഹരി കണ്ടെത്തുന്ന പോലെ എനിക്കത് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഈ പെണ്ണ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. എന്നിട്ട് ഞാൻ നടന്ന കാര്യം പറയാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ എനിക്ക് ദേഷ്യം പെട്ടെന്ന്. കാരണം എനിക്ക് എന്നെ അഫക്റ്റ് ചെയ്യുന്നതിലുപരി നമ്മളെ പൊട്ടനാക്കുക എന്നുള്ള നമ്മൾ പറ്റിക്കപ്പെടുക എന്നുള്ള ഒരു ഫീലിംഗ്, പ്രത്യേകിച്ച് ഒരു മലയാളിനെ പൊട്ടനാക്കിയിട്ട് ഒരു ഹിന്ദിക്കാർ ഇവിടുന്ന് പോകുക എന്നുള്ള വെച്ചാൽ എനിക്ക് ജീവിതകാലത്ത് എനിക്ക് സമാധാനം കിട്ടത്തില്ല. ഞാൻ വണ്ടി നോക്കിയിട്ട് ഇറങ്ങി ചെന്നു. ഇപ്പോൾ ഞാൻ ആ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു, ഇപ്പോൾ വന്ന പേര് കാണിച്ചിട്ട് ആയുഷ് ശർമ്മ എന്ന വലിയക്കാരിയാണ് തെലുങ്കാന. അപ്പോൾ അവളുടെ ഇതിൻ്റെ അകത്ത് ഞാൻ അവളുടെ ഇപ്പോൾ ഈ ഊബറിന് അടുത്ത് തിരുവനന്തപുരത്ത്, അപ്പോൾ അടുത്തുള്ള തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അടുത്ത തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ അവൾ എയർപോർട്ടിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇവളുടെ പേര് ഓർപ്പിച്ച് വെച്ചാണ്, ആയുഷ് ശർമ്മ. ഞാൻ അവളുടെ ആധാറിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ കയറിച്ചിട്ട് റിസപ്ഷനിൽ ചോദിച്ചിട്ട് അവന്മാരുടെ കാര്യം പറഞ്ഞു. ആണുങ്ങളായിരുന്നു. ഇന്നുപോലെ ഒരു ടീം എന്നെ പറ്റിച്ചിട്ടുണ്ട്, എനിക്ക് അവരിന്ന് കാണാൻ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർ ചെക്കിൻ ചെയ്തിട്ടില്ല, അവർ ഈ റൂം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുവാണെന്ന് എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ ഓക്കെ, എന്നോട് പറഞ്ഞിട്ട് ഇതാണ് നമ്പർ. എന്നിട്ട് അവരുടെ ആധാറിൻ്റെ ഇത് എന്നെ കാണിച്ച് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ആ നമ്പർ എടുത്ത് അവരെ വിളിച്ചു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, അടിയിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ യൂബറിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ ഉടായ്പ കാണിക്കത്തില്ല, ഫോണിൽ കേൾക്കുന്നില്ല കമ്പിളി പോകുമ്പോൾ ആ രീതി കാണിച്ചു. പക്ഷേ ഇവളുടെ കാലം ലിഫ്റ്റ് ഇറങ്ങി വന്ന എൻ്റെ ഫ്രണ്ടിലേക്ക്. എന്നിട്ട് അവൾ അവിടെ കിടന്നൊരു തർക്കം അങ്ങോട്ടോട്, ഞാൻ നിങ്ങൾക്ക് തന്നതാണ് ഒരു ബാഗ് ചോദിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു, എത്ര രൂപ ഞാൻ ചോദിച്ചു. 2045. ആദ്യം എത്ര 200 വന്നു, 2800 വന്നു. അതിനുശേഷം നിങ്ങൾ വീണ്ടും നോട്ടായിട്ട് 200, 50 രൂപ ഫെയർ തന്നോ. പക്ഷെ ചേഞ്ചിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് തന്ന 500 രൂപയിൽ തിരിച്ചെനിക്ക് 500 നോട്ട് തന്നു എന്ന് ഞാൻ ചോദിച്ചു. തന്നു എന്ന് പറഞ്ഞു. ഞാൻ നടത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഞാൻ അവിടെ വെച്ച് റേസ് ആയി. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് നുണ പറയേണ്ട കാര്യമില്ല, ഇത്രയും പോയിട്ട് എനിക്ക് തിരിച്ചു വരേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അവസാനം അങ്ങനെ പറഞ്ഞ് ഞാൻ ആ പൈസ മേടിച്ചു. അപ്പോൾ എന്തായാലും ഒരിക്കലും നമ്മൾ ഈ ഡൊമസ്റ്റിക്, ഈ ഫോറിനേഴ്സ് പിന്നെ കുഴപ്പമില്ല, ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹിന്ദിക്കാരന്മാർ ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ടായി, അത് വേറൊരു സംഭവമാണ്. ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം ഞാനത് കാണിക്കാം. അതൊരു ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നൊരു ചേട്ടനാണ്. അപ്പോൾ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് ഇട്ട് പറയും. ഇപ്പം നമുക്ക് ആ നടന്ന സംഭവം കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഹിന്ദിക്കാർ, എന്നിട്ട് ആ പൈസ ഞാൻ തിരിച്ച് ചെന്ന് ആ പെണ്ണിനോട് തർക്കിച്ചു. ആ പെണ്ണ് എന്നോട് കുറേ തർക്കിച്ചു. എന്നിട്ട് ഞാനത് കൊടുത്തു, ആ പൈസ ഞാൻ കൊടുത്തു. ആ പൈസ ഞാൻ മേടിച്ചു അവരുടെ. ഇപ്പം എൻ്റെ റിലേ പോയി. ആ ചേട്ടനോട് സംസാരിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എടുത്തുകൊണ്ട് ഞാൻ അടുത്തതിൽ ഞാൻ പറയാം. ഞാനത് തമിഴ്നാട്ടുകാരനാണ്. ഇവിടെ വന്ന് ആ പാവം ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് കിട്ടില്ല. എന്നെ വീഡിയോ കട്ടാക്കിയതിന് ശേഷം പുള്ളി പറഞ്ഞ് കേരള പക്കത്തിലേക്കേ വരത്തില്ല. പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ ചെയ്യാനാ, ഇപ്പം നമ്മൾ മലയാളികളെ പറ്റി പൊക്കിക്കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കണം. അപ്പം തന്നെ ദൈവം കൊണ്ട് കാണിച്ചു മലയാളികളിലും പറഞ്ഞ കീടങ്ങളുണ്ടെന്ന് പറയില്ല, ചെറ്റകൾ. ആ ചെറ്റകൾ മലയാളികളിലും ഉണ്ട്, ചെറ്റകൾ. ഓരോ തെറിയാ പറയണ്ട. പക്ഷെ ഇതൊരു പബ്ലിക്കായിട്ട് ഇടുന്ന വീഡിയോ കൊണ്ട് എനിക്ക് രോഷം അടക്കാൻ പറ്റും. ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പം ഈ ഡൽഹിയിലും മുംബൈയിലും ഹിന്ദിക്കാരുടെ അവരുടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു നേച്ചറാണ് ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള വെച്ചാൽ അവരുടെ കഴിവായിട്ടാണ് അവർ. അത് നല്ല ബുദ്ധിയുള്ളവരാണ്. നമ്മൾ മാത്തമാറ്റിക്സിൽ ആ പെണ്ണ് പെട്ടെന്ന് കണക്ക് കൂട്ടിയാൽ പറ്റിച്ച് പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു
പെട്ടെന്ന് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം ഇവർ കാണിക്കുന്നത്. പക്ഷെ അവർ നല്ല ബ്രില്യൻ്റ്. അതാണ് കണക്കിൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് 10 കൊടുക്കുന്നു, ഇങ്ങോട്ട് 1 കൊടുക്കുന്നു, ചേഞ്ച് 50 രൂപ അങ്ങോട്ട് കൊടുക്കുന്നു. മനസ്സിലാവും, നമ്മൾ 50 രൂപ അങ്ങോട്ട് കൊടുക്കുന്നു, ചേട്ടൻ എനിക്ക് വേണ്ട 20 രൂപ മതി, നമ്മൾ 20 രൂപ ഇങ്ങോട്ട് വരുന്നു, വീണ്ടും ഒരു 100 രൂപ മേടിക്കുന്നു. മൊത്തത്തിൽ നമ്മൾ കണക്കൂട്ട്. പക്ഷെ അവരുടെ മൈൻഡ് ഭയങ്കര കമ്പ്യൂട്ടർ കണക്കവിടെ ഇതാകുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഹിന്ദിക്കാരന്മാരെ പറ്റി. അപ്പോൾ ഇന്ത്യ തൊട്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കസ്റ്റമർ കുറച്ച് ഹിന്ദിക്കാരന്മാർ വരുവാണെങ്കിൽ ഇവന്മാർക്ക് തീരം മര്യാദ ഇല്ലാത്തൊരു മാനേഴ്സ് ഇല്ല, മറ്റുള്ള പെരുമാറാൻ അറിയില്ല, റൂഡായിട്ടും അരഗൻ്റായിട്ടും ഒരു പെരുമാറത്തുള്ളൂ. ഭയങ്കര ധാർഷ്ട്യമാണ് അവരുടെ ആ നാട്ടിലെ ജാതി. പിന്നെ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ, ഞാൻ ഹിന്ദിക്കാരന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ നേരത്തെ ജോലി ചെയ്ത സ്ഥലത്ത് ഹിന്ദിക്കാരന്മാരുടെ കൂടെ അവരുടെ നേച്ചർ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു വൈൽഡ് സ്വഭാവന്മാരുടെ, ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ്. എല്ലാവരും ഞാൻ പറയുന്നില്ല, നല്ലവരുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ മോശം അനുഭവങ്ങൾ. ഇപ്പം എന്തായാലും ഞാൻ ഈ പെണ്ണിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ അടുത്ത ദിവസം ഈ പെണ്ണിന് ആയുഷ് ശർമ്മ ഞാൻ ഇതും കൂടി ഇട്ടേക്കാം, ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി ഇട്ടേക്കാം ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് വെച്ച് ആൾക്കാർ മാക്സിമം ഉടായ്പ കാണിക്കാൻ നിന്ന് കൊടുക്കാതിരിക്കും, ഓട്ടോ എടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ. പൈസ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ട്രാവൽ ഏജൻസി വരുമ്പോൾ നമ്മൾ അവരായിട്ട് സൂക്ഷിക്കണം. ഒന്നും പറയാനില്ല എനിക്ക് വേറെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഹിന്ദിക്കാരന്മാരുടെ അവരുടെ നാട്ടിൽ നമ്മൾ ഡൽഹിയിലും മുംബൈയിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉടായ്പ പണി അവർ ഇവിടെയും കൊണ്ടിറങ്ങിയിട്ടുണ്ട്. മറ്റേ ആർമിക്കാരുടെ സെറ്റപ്പ് പോലെ അല്ലാണ്ട് സ്കാം കോളിങ് സെറ്റപ്പ് ഉണ്ട്. പുറം നാട്ടിൽ നിന്ന് ഇന്ത്യക്കാരെ പറ്റി പൊതുവെ പുച്ഛാണ്. റേസസ് ഉണ്ടാകുന്നതിൻ്റെ കാര്യം നമ്മളല്ല. നമ്മൾ ഈ സത്യം പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം വേറൊരു രാജ്യം തന്നെ ആക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ് ഒരിക്കലും പുറത്ത് അഭിമാനത്തോട് പറയാൻ തോന്നിയിട്ടില്ല ഇന്ന് വരെ. പക്ഷെ ഒരു മലയാളിയാണെന്ന് പറഞ്ഞ് നിരവധി തവണ എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്, പുറത്തും ഇവിടെയൊക്കെ. നമ്മുടെ പേര് കെടുത്തുന്നത് ഈ ഫ്രോഡ് പണി തന്നെയാണ്, ഇവരുടെ ഈ ഫ്രോഡ് പണികളാണ്. അപ്പോൾ എന്തായാലും ഈ പെണ്ണിനെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. മറ്റേ ഇപ്പോൾ വന്ന നടന്ന സംഭവം അടുത്തൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്.